ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫ്രണ്ട് ഏജിൻ്റെ റീസെറ്റിംഗ് നടക്കുവാണ്. 2 ദിവസം കൊണ്ട് ഫുൾ ഒരു 7, 8, 9 പേരുടെ പണിയാണ്. ഫുൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ റീസെറ്റ് ചെയ്ത് ബെഡാക്കി ഫില്ല് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടാലോ? അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് എൻട്രി ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ലെഫ്റ്റിൽ നമ്മൾ ബെഡാക്കിയിരിക്കുന്നത് നമ്മുടെ ബോൾ അരേലിയാണ്. ബോൾ അരേലിയ എന്ന പ്ലാന്റാണ്. അരേലിയ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെയും ഫെൻസിങ്ങിന് സൈഡിലൊക്കെ ആയിട്ടും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന നല്ലൊരു പ്ലാന്റാണ് ബോൾ അരേലിയ. ഒരു യെല്ലോയും ഗ്രീനും കൂടെ കലർന്ന ഒരു കളറാണ് അതിന്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു 2 ഫീറ്റോളം ഹൈറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ബെഡിലിരിക്കുന്നത്. സെക്കൻഡ് ബെഡിൽ സെയിം പ്ലാന്റിന് തന്നെ കുറച്ചും കൂടി ഹൈറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി വലിയ പ്ലാന്റ്, ഒരു 3 ഫീറ്റോളം ഹൈറ്റ് വരുന്ന പ്ലാന്റാണ് നമ്മുടെ സെക്കൻഡിൽ ബെഡാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ബെഡ് ഫില്ലായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വളമൊക്കെ ഇട്ടാണ് നമ്മൾ ബെഡ് ഫില്ലാക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു ബെഡ് മാത്രമേ ഫില്ലാവാൻ ബാക്കിയുള്ളൂ. സെയിം പ്ലാന്റ്സ് തന്നെയാണ് നെക്സ്റ്റ് ബെഡിലും വന്നിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ബെഡിൽ വന്നിരിക്കുന്നത് നമ്മുടെ സഫ്രാന്തസ് ലില്ലിയുടെ വൈറ്റ് ഫ്ലവർ. വൈറ്റിലൊരു ഒരു പിങ്ക് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവറാണ്. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സഫ്രാന്തസ് ലില്ലിയാണ് നമ്മുടെ അടുത്ത ബെഡിലായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന പ്ലാന്റ്. അടുത്ത ബെഡിൽ വരുന്നത് നമ്മുടെ ടക്കോമ എന്ന് പറയുന്ന പ്ലാന്റാണ്. യെല്ലോ ഫ്ലവർ വരുന്ന ടക്കോമ. അതും ഏതാണ്ട് ഒരു 3 ഫീറ്റോളം ഹൈറ്റ് വരുന്ന പ്ലാന്റാണ്. അതാണ് അടുത്ത ബെഡിൽ ഫില്ലായി വന്നിരിക്കുന്ന പ്ലാന്റ്. ആ ബെഡിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ലെൻഡാന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യെല്ലോ കളർ ലെൻഡാന അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മളിന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബെഡിൽ ഫുൾ ലെൻഡാനാണ്. അതിൽ എല്ലാ കളറും മിക്സായി വരുന്നുണ്ട്. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ കളറും മിക്സായി വരുന്നതാണ് നെക്സ്റ്റ് ബെഡിൽ വരുന്ന ലെൻഡാന. ലെൻഡാനയ്ക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ വളരെ ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. നമ്മളെപ്പോഴും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ലെൻഡാന. നെക്സ്റ്റ് ബെഡും ഇതേ ലെൻഡാന തന്നെയാണ്. അതിൻ്റെ ഒരു 1, 2, 3, 4 ബെഡോളം നമ്മൾ ഈ പറയുന്ന ലെൻഡാന തന്നെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു സൈഡിൻ്റെ ബെഡൊക്കെ ഫില്ല് ചെയ്ത് നല്ല റെഡിയാക്കി സെറ്റാക്കി വന്നപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ കാണാനായിട്ട്. ഇങ്ങനെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ എൻഡിൽ നമ്മൾ നേരത്തെ തന്നെ റീസെറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മുരായ പ്ലാന്റാണ് ഇരിക്കുന്നത്. അതിനെ കുറച്ച് വളമൊക്കെ നൽകി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുരായ നല്ല ബഞ്ചായിട്ടുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. മഴക്കാലം വരുമ്പോൾ മുരയ്ക്ക് മഴ നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഷീറ്റ് ഇട്ടിനി ഇതിനെ കവർ ചെയ്യും. ഇത്രയും നാൾ വെയിലായിരുന്നതുകൊണ്ടാണ് ആ ഷീറ്റ് മാറ്റിയിട്ടിരുന്നത്. മുരായുടെ തന്നെ 2 സൈസിലുള്ള പ്ലാന്റ് നമുക്കുണ്ട്. 2 ഫീറ്റിൻ്റെ ബഞ്ചറ്റ് പ്ലാന്റും അതേപോലെ ഒരു 12 ഇഞ്ചിലിരിക്കുന്ന നല്ല വലിയ 3 ഫീറ്റോളം ഹൈറ്റ് വരുന്ന വലിയ ബഞ്ചറ്റ് പ്ലാന്റും 2 സൈസിലാണ് നമുക്ക് മുരായ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് സൈഡിൽ അടുത്ത ബെഡ് വരുമ്പോൾ നമ്മുടെ നന്ദ്യാർ വട്ടം ഇരിപ്പുണ്ട്. നന്ദ്യാർ വട്ടത്തിൻ്റെ ഗ്രീൻ ലീഫ് വരുന്നതും യെല്ലോ ലീഫ് വരുന്നതും അവൈലബിൾ ആണ്. നല്ല പൂക്കളോട് കൂടിയൊക്കെ തന്നെ നമ്മുടെ നന്ദ്യാർ വട്ടം ഇരിപ്പുണ്ട്. അതാണ് നെക്സ്റ്റ് ബെഡിൽ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ പെൻഡാനസ്. ഇവിടെ കൂടുതൽ ലാൻഡ്സ്കേപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിങ്ങിൽ ഫ്ലവറിങ് വരുന്നത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പെൻഡാനസ് ഫ്ലവറുടെ ഐറ്റം അല്ല എങ്കിലും ഫെൻസിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതും ബോർഡറിങ്ങിനൊക്കെ വെക്കുന്ന ലാൻഡ്സ്കേപ്പിങ്ങിന് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ് പെൻഡാനസ്. ഇതും നമ്മളിങ്ങനെ റീഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഐറ്റമാണ്. അതും ഇവിടെ തന്നെ ബെഡാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1, 2, 3, 4 ബെഡോളം വരുന്നതും ഇതേ പെൻഡാനസ് തന്നെയാണ്. അതിന് തൊട്ടടുത്തായിട്ടിരിക്കുന്നതാണ് മരമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന മണിമുല്ല എന്ന പ്ലാന്റ്. വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റാണ്. ഇതും ലാൻഡ്സ്കേപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്.
അതിൻ്റെ തൊട്ടടുത്ത ബെഡിൽ നമ്മൾ ഹിബിസ്കസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബെഡിലായിട്ട് ഹിബിസ്കസ് വരുന്നുണ്ട്. പിന്നെ ഒരു സെക്ഷനിൽ പിച്ചി ഉണ്ടായിരുന്നു, അത് ഏകദേശം സ്റ്റോക്ക് ഔട്ടായി. ഇനി വളരെ ഒരു 7-10 ചെടിയാണുള്ളത്, അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ബെഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലോറ പെറ്റാലമാണ്. ലോറ പെറ്റാലം ഒരു ഫെൻസിങ് പ്ലാന്റ് ആണ്. അതിനൊരു പിങ്ക് കളർ ഫ്ലവറും വരുന്നുണ്ട്. അപ്പോൾ ലോറ പെറ്റാലമാണ് അതിൻ്റെ തൊട്ടടുത്ത ബെഡിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട്. നമ്മൾ നേരത്തെ കണ്ട ബോളരേലിയുടെ നല്ല ബഞ്ചായിട്ടുള്ള ഒരു ബെഡ് പ്ലാന്റും കൂടെ നമുക്കുണ്ട്. അതും നമ്മളിത് അടുത്ത ബെഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ റിയോ ഉണ്ട്. റിയോ വളരെ കുറച്ച് പ്ലാന്റ്സേ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ. ആ പ്ലാന്റ്സ് നമ്മളിപ്പോൾ ബെഡാക്കിയിട്ടുണ്ട്, റിയോ എന്നായിട്ട്. ഇനി വീണ്ടും നമ്മുടെ ആ ഒരു ഏരിയ ഫില്ലായി. ഈ ഒരു അടുത്തൊരല്ല, ആ ഏരിയയുടെ അടുത്തൊരു വശത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ സഫ്രാന്തസ് ലില്ലിയുടെ പല കളേഴ്സ്, നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റി കളേഴ്സിൻ്റെ സഫ്രാന്തസ് ലില്ലി ഒരു 2 ബെഡോളം 2-2.5 ബെഡോളം ബെഡാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട് സഫ്രാന്തസ് ലില്ലി. അത് നമ്മൾ ബെഡ് ഫില്ല് ചെയ്ത് വരുന്നതിൻ്റെ വ്യത്യാസത്തിൽ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമ്മുടെ സഫ്രാന്തസ് ലില്ലി ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത ബെഡിലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ലിമോണിയ എന്ന ഒരു വേരിഗേറ്റ്, യെല്ലോയും വൈറ്റൊക്കെ ചേർന്ന് വരുന്ന, യെല്ലോ വൈറ്റ് ഗ്രീനൊക്കെ ചേർന്ന് വരുന്ന ഒരു വേരിഗേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൽ ഫ്ലവറുമുണ്ട്. ഫ്ലവർ വരുന്നത് ഇത് കണ്ടോ, ഈ ഒരു പിങ്ക് കളർ ഫ്ലവറാണ് ഇതിൽ വരുന്നത്. ഇതും ലാൻഡ്സ്കേപ്പിങ്ങിന് തന്നെ യൂസ് ചെയ്യുന്ന നല്ലൊരു പ്ലാന്റാണ് ലിമോണിയ. അതാണ് അടുത്തൊരു 2 ബെഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും ഒരു 3-4 പ്ലാന്റ് കൊണ്ടാണ്. ടെക്കോമയുടെ ലാർജ് പ്ലാന്റ് ഉണ്ട്. അത് ഓറഞ്ച് ടെക്കോമയുണ്ട്, മണിമുല്ലയുണ്ട്. ഇത് വൈറ്റ് ബെൽ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ചെറിയ ബെല്ലിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് പോലത്തെ ഒരു പ്ലാന്റാണ്. അത് നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത സമയത്ത് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്ലവർ എല്ലാം ഏകദേശം പോയി. ഏതെങ്കിലും ഫ്ലവർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഏതിലെങ്കിലും ഫ്ലവർ ഉണ്ടോ എന്ന് ഒന്ന് നോക്കട്ടെ. അതുണ്ട്, ഇവിടെ ഉണ്ട് ഫ്ലവർ. കണ്ടില്ലേ, ഇതേപോലെ വൈറ്റ് ബെല്ലിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പോലത്തെ ഫ്ലവറാണ് വരുന്നത്. അപ്പോൾ അത് ബഞ്ചായിട്ട് തന്നെ ഫ്ലവറായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് വൈറ്റ് ബെൽ ജാസ്മിൻ എന്നാണ്. ആ പ്ലാന്റാണ് നമ്മുടെ അടുത്തൊരു ബെഡിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഷഫ്ലെയർ ഒരു ബെഡ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ലോറ പെറ്റാലത്തിൻ്റെ നല്ല ഹൈറ്റ് വരുന്ന പ്ലാന്റ്, ലോറ പെറ്റാലത്തിന് നല്ല ഹൈറ്റ് വരുന്ന ഒരു 4 ഫീറ്റൊക്കെ ഹൈറ്റ് വരുന്ന പ്ലാന്റ് ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തെ ബെഡിൽ നമ്മുടെ ലോക്കൽ ഹിബിസ്കസ് ഫ്ലവറോട് കൂടിയ വൈറ്റിൻ്റെയും റെഡിൻ്റെയും നല്ല പ്ലാന്റ്സ്, അത് ഒരു ബെഡിൽ ഫില്ലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ തൂജ വേരിഗേറ്റഡ്, അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അതും ഇവിടെ തന്നെയുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ, ഇത്രയുമാണ് ഈ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്ത് ബെഡാക്കിയിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ബെഡാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഏരിയ കാണാൻ. അപ്പോൾ ഈ പറയുന്ന പ്ലാന്റ്സൊക്കെ പർച്ചേസ് ചെയ്യാനും ഫെൻസിങ്ങിനും ലാൻഡ്സ്കേപ്പിങ്ങിനും ഒക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ന്യൂബീന നഴ്സറിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താലും മതി. നമ്മുടെ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. റേറ്റും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും നമ്മുടെ ഈ പറഞ്ഞ സെക്ഷൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഇതേപോലുള്ള കുറേയേറെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഈ വെറൈറ്റീസ് ഓരോന്നിനെയും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ബൈ.